ഏവർക്കും സാഹിത്യ PSC അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കുവാനായിട്ട് പോകുന്നത് രക്തത്തെക്കുറിച്ചാണ്. ജീവികളിൽ മാത്രം കാണപ്പെടുന്നതും പ്രത്യേക രീതിയിൽ സംവിധാനം ചെയ്തിട്ടുള്ളതുമായ ഒരു ദ്രാവകമാണ് രക്തം. പ്രാണവായു, വെള്ളം, ഭക്ഷണം എന്നിവയെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് വിസർജ്യ വസ്തുക്കളെ നീക്കുന്നതും രക്തമാണ്. ഹോർമോണുകളെ കൊണ്ടുപോകുക, ദേഹരക്ഷ നടത്തുക, താപനില നിയന്ത്രിക്കുക എന്നിവയും രക്തത്തിൻ്റെ പ്രവൃത്തികളിൽ പെടും. മനുഷ്യ ശരീരത്തിൽ ശരാശരി 5 ലിറ്റർ രക്തമാണ് ഉള്ളത്. രക്തത്തിൻ്റെ പ്രധാന അംശം പ്ലാസ്മയാണ്. വെള്ളത്തിൽ ഏതാണ്ട് 7% പ്രോട്ടീനുകൾ അലിഞ്ഞു ചേർന്നതാണ് പ്ലാസ്മ. ആൽബുമിൻ, ഗ്ലോബുലിൻ, ഫൈബ്രിനോജൻ എന്നീ പ്രോട്ടീനുകൾ പ്ലാസ്മയിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ രക്തത്തിലുള്ള പ്രധാന കണങ്ങളാണ് അരുണരക്താണുക്കളും ശ്വേതരക്താണുക്കളും. അരുണരക്താണുക്കൾ ശരീരത്തിനാവശ്യമായ പോഷകങ്ങളും പ്രാണവായുവും എത്തിക്കുന്നു. ശ്വേതരക്താണുക്കൾ ശരീരത്തിൽ ഏതെങ്കിലും വിധേന എത്തിച്ചേരുന്നതായ രോഗാണുക്കളോട് പൊരുതി ശരീരത്തെ അസുഖങ്ങളിൽ നിന്നും രക്ഷിക്കുന്നു. ചെറുകുടലിൽ നിന്നും പോഷകങ്ങൾ ശേഖരിച്ച് കോശങ്ങളിൽ എത്തിക്കുന്ന രക്തം ജീവന്റെ നദി എന്ന് അറിയപ്പെടുന്നു. ഹോർമോണുകളെ വഹിച്ചുകൊണ്ട് പോകുന്നതും രക്തമാണ്. രക്തത്തെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണ് ഹീമറ്റോളജി. 3 തരം രക്താണുക്കളാണ് ഉള്ളത്: അരുണരക്താണുക്കൾ, ശ്വേതരക്താണുക്കൾ, പ്ലേറ്റ്ലെറ്റുകൾ. അരുണരക്താണുക്കൾക്ക് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്നതായ ലോഹം. ഓക്സിജനെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുന്നത് ഹീമോഗ്ലോബിനാണ്. അരുണരക്താണുക്കൾ അസ്ഥിമജ്ജയിൽ രൂപം കൊള്ളുന്നു. ഇവയുടെ ആയുസ് 120 ദിവസം വരെയാണ്. കരളിലും പ്ലീഹയിലുമാണ് ഇവ നശിപ്പിക്കപ്പെടുന്നത്. ശരീരത്തിന് രോഗപ്രതിരോധ ശേഷി നൽകുന്ന ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കുന്നത് ശ്വേതരക്താണുക്കളാണ്. ഇവയ്ക്ക് അമീബയെ പോലെ സഞ്ചരിക്കാനായിട്ടുള്ള കഴിവുണ്ട്. പ്ലേറ്റ്ലെറ്റുകൾ രക്തം കട്ടപിടിക്കാനായിട്ട് സഹായിക്കുന്നു. രക്തം കട്ടപിടിക്കാൻ ആവശ്യമായ ലോഹം കാൽസ്യവും വൈറ്റമിൻ കെയുമാണ്. രക്തചംക്രമണം കണ്ടെത്തിയത് വില്യം ഹാർവിയാണ്. രക്തഗ്രൂപ്പുകൾ കണ്ടുപിടിച്ചത് ലാൻഡ് സ്റ്റീനറാണ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവാണ്. സാർവിക സ്വീകർത്താവ് AB ഗ്രൂപ്പ്. ആൻറ്റിജൻ ഇല്ലാത്ത ഗ്രൂപ്പ് O, ആൻറ്റിബോഡി ഇല്ലാത്തത് AB. രക്തം കട്ടപിടിക്കാതെ സൂക്ഷിക്കാൻ രക്തബാങ്കുകളിൽ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് സോഡിയം സിട്രേറ്റ്. രക്തത്തിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റിജനുകളുടെ അടിസ്ഥാനത്തിലാണ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്നത്. A രക്തഗ്രൂപ്പ് ഉള്ളവരുടെ രക്തത്തിൽ ആൻറ്റിജൻ Aയും ആൻറ്റിബോഡി Bയും അടങ്ങിയിരിക്കുന്നു. B രക്തഗ്രൂപ്പ് ഉള്ളവർക്ക് രക്തത്തിൽ ആൻറ്റിജൻ Bയും ആൻറ്റിബോഡി Aയും ഉണ്ടാവും. AB രക്തഗ്രൂപ്പ് ഉള്ളവരിൽ A, B എന്നീ ആൻറ്റിജനുകൾ ഉണ്ടാവും. എന്നാൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡി ഉണ്ടാവില്ല. O രക്തഗ്രൂപ്പുകാരുടെ രക്തത്തിൽ ആൻറ്റിജനുകൾ ഉണ്ടാവില്ല. A, B എന്നീ ആൻറ്റിബോഡികൾ ഉണ്ടാകും. രക്തം കട്ടപിടിക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന ഹീമോഫിലിയ എന്ന രോഗം ഒരു പാരമ്പര്യമായ രോഗമാണ്. രക്തത്തിലെ പ്ലാസ്മ പ്രോട്ടീനിൽ പെടുന്ന ആൽബുമിനുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു. ആരോഗ്യമുള്ള ഒരാളുടെ 100 മില്ലി രക്തത്തിൽ 14.5 ഗ്രാം ഹീമോഗ്ലോബിൻ അടങ്ങിയിരിക്കുന്നു. ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുന്ന അവസ്ഥയാണ് അനീമിയ. ഭക്ഷണത്തിൽ ഇരുമ്പിൻ്റെ അംശം കുറയുന്നതാണ് ഇതിന് കാരണം. ചുവന്ന രക്താണുക്കൾക്ക് കരളിലോ പ്ലീഹയിലോ വെച്ച് വിഘടനം സംഭവിച്ചുണ്ടാകുന്ന വർണ്ണവസ്തുക്കളാണ് ബിലിറൂബിൻ. ബിലിറൂബിൻ്റെ നിറം ചുവപ്പ്. രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് 80 മുതൽ 120 വരെയാണ്. ശുദ്ധരക്തം വഹിക്കുന്ന സിരയാണ് ശ്വാസകോശ സിര. അശുദ്ധരക്തം വഹിക്കുന്ന ധമനിയാണ് ശ്വാസകോശ ധമനി. മർമ്മമില്ലാത്ത മനുഷ്യ രക്തകോശം ചുവന്ന രക്താണുവാണ്. മർമ്മത്തോടു കൂടിയ ചുവന്ന രക്താണുവുള്ള ജീവി ഒട്ടകമാണ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ്സുകൾ രക്തത്തെക്കുറിച്ചായിരുന്നു. രക്തത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. ഏവർക്കും നന്ദി, നമസ്കാരം.